ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അങ്ങനെ നമ്മുടെ ട്രാവൽ വ്ളോഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോഴും നമ്മൾ തമിഴ്നാട് പ്രദേശത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ശങ്കരൻകോവിലിൽ നിന്നും കോവിൽപ്പട്ടി വഴി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ട്രിച്ചി അഥവാ തിരുച്ചിറപ്പള്ളി. ഇതും മറ്റൊരു മനോഹരമായ ഒരു തമിഴ് പട്ടണമാണ്. വളരെ തിരക്ക് പിടിച്ച ഒരു വലിയൊരു ടൗൺഷിപ്പാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വളരെ ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. അത് കാരണം കൂടുതൽ കാര്യങ്ങൾ ഇന്നലെ രാത്രി നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. കാരണം ഒരു 280 കിലോമീറ്റർ ഉണ്ടായിരുന്നു ശങ്കരൻകോവിൽ നിന്നും ഇവിടെ വരാനായിട്ട്. ഇടയ്ക്ക് നമ്മൾ കോവിൽപ്പട്ടിയിലും കയറി. അപ്പം കുറച്ച് ലേറ്റായി. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ഇറങ്ങുകയാണ് വിശേഷങ്ങളെല്ലാം കാണാനും ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നോക്കാനും സഞ്ചരിക്കാനും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കായിട്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും നമുക്കൊരു ലോക്കൽ സപ്പോർട്ട്, ഒരു ഗൈഡായിട്ട് അല്ലെങ്കിൽ പോലും ഒരു ഗൈഡ് പോലെ എന്ന് പറയാം. ഇവിടുത്തെ ഓട്ടോറിക്ഷ ആയിരിക്കും ഏറ്റവും നല്ല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ലോക്കൽ ആൾക്കാരായിരിക്കും ഓട്ടോറിക്ഷയൊക്കെ ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓട്ടോ പറയലുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോകാനുള്ള ഈറ്ററീസ്, കഴിക്കാനുള്ള ഭക്ഷണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പ്രധാനപ്പെട്ട കാഴ്ചകളും. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ റോക്ക് ഫോർട്ട് ടെമ്പിളാണ്. റോക്ക് ഫോർട്ട് ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു സിറ്റിയുടെ നടുക്കായിട്ടൊരു വലിയൊരു പാറയുണ്ട്, വലിയൊരു റോക്ക്. അതിൻ്റെ മേളിലായിട്ട് പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളുണ്ട്. ഒരു ശിവക്ഷേത്രവും അതുപോലെ ഒരു ഗണപതിയുടെ പ്രതിഷ്ഠയും. അപ്പോൾ അത് ഒരു 400 പടിക്കെട്ട് കയറേണ്ടി വരും. എനിക്കറിയില്ല അത് കയറാൻ പറ്റുമില്ല. ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ കയറാം. ഇപ്പോൾ രാവിലെ ആണെങ്കിലും വെയിലാകുമല്ലോ, പിന്നെ ഉച്ചയ്ക്ക് ശേഷം കയറിയാൽ മതിയോ, ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് നല്ല ഭക്ഷണ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റോക്ക് ഫോർട്ടിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ഈ സിറ്റി ട്രിച്ചി കംപ്ലീറ്റ് കാണാം. പ്ലസ് കാവേരി നദി കാണാം. ഇങ്ങനെ ഇത് ഈ ട്രിച്ചി നഗരത്തിലൂടെ ഇങ്ങനെ ചുറ്റി പോകുന്നത്, അങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ശ്രീരംഗം എന്ന് പറയുന്നത് ഇതോട് ചേർന്ന് തന്നെയാണ് 7 കിലോമീറ്റർ അപ്പുറം. അതും മനോഹരമായ ഒരു ടെമ്പിൾ സിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, അതൊരു ഹോളി പ്ലേസാണ് ശ്രീരംഗം. അവിടെയും പോകണം. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ട്രിച്ചിയുമായി ബന്ധപ്പെട്ട്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ അതാണ് കാണാൻ പോണത്. ഇനി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിന് നല്ലൊരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. ഓട്ടോയിലേക്ക് കയറുന്നു. അപ്പോൾ എന്നോടൊപ്പം വരിക. ഹോട്ടൽ കോഫി പാലസ് മെയിൻ റോഡിലെ മേലാ വീഡി സ്ട്രീറ്റ്. മെയിൻ റോഡ് അതന്നെ വീഡി സ്ട്രീറ്റ്, മേലാ വീഡി സ്ട്രീറ്റ്. தெரியாது? അയ്യോ തരും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ஃபுட்டு கிடைக்கும். என்னென்ன இருக்குன்னு தெரியல, நிறைய இருக்கு. ആണോ? മണി വിലാസ്. ഇപ്പോൾ ജംബുകേശ്വര ടെമ്പിളിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയാം. പഴയതാണ്. ഇതും മണി വിലാസ് ഹോട്ടൽ. ജംബുകേശ്വര ടെമ്പിളിൻ്റെ പ്രൊമൈസസിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ആ വഴിയിൽ തന്നെയാണ് ഇവിടുത്തെ 2-3 ഫേമസ് ഹോട്ടൽസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് കഴിക്കാൻ പഴക്കം ചെന്നത്. അതിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കുഴപ്പമില്ല. മണി വിലാസ് ഹോട്ടൽ, മണി വിലാസ് ഒരു 50 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. ചെറിയ റിനോവേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ടിഫിൻ കഴിക്കാൻ ഇവിടെ കയറാം. ഇവിടുത്തെ ബെസ്റ്റ് രാവിലെ ടിഫിൻ കഴിക്കാൻ ഈ ടെമ്പിൾ പ്രൊമൈസസിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് നല്ല പാർക്ക് മസാല എന്ന് പറയുന്നത്. അത് ക്ലോസ്ഡ് ആണ്. ഇന്ന് മൺഡേ ആണ്. മൺഡേ അവർക്ക് ഹോളിഡേ ആണ്. നമ്മുടെ കഷ്ടകാലം അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ സെക്കൻഡ് ബെസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ അവർ റിനോവേറ്റ് ചെയ്തുകൊണ്ടാണ് കുറച്ചുകൂടെ ഒരു മോഡേൺ ലുക്ക്. ആക്ച്വലി വളരെ പഴക്കം ചെന്നാണ്. നല്ല ഫിൽറ്റർ കോഫിയും ഒക്കെ കിട്ടുന്ന കടയാണ് ഹോട്ടൽ മണി വിലാസ്. എന്നെ കിടക്കും ഇവിടെ ഫേമസ് എന്നാ? മസാല ദോശ, ഓണിയൻ ദോശ, പൊടി ദോശ, റവ ദോശ, ഓണിയൻ ദോശ, ഓണിയൻ ദോശ, ഓണിയൻ ദോശ. ഓക്കെ, ഒരു ഓണിയൻ റവ ദോശ. ഓണിയൻ റവ ദോശ ആൻഡ് പിന്നെന്താ ഫിൽറ്റർ കോഫി. ഫിൽറ്റർ കോഫി. ഇല വരുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. അത് നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ ഇലയാകുമ്പോൾ. ഡിസ്പോസിബിൾ ആണ്. കഴുകിയെടുക്കൽ പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇറ്റ്സ് നൈസ്. ഒരു മസാല ദോശയും കൂടി കൊടുക്കും. മസാല ദോശ. ഇവിടുത്തെ മസാല ദോശ ഗംഭീരമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മസാല ദോശ. അപ്പോൾ റവ ദോശ പറഞ്ഞു, റവൻ ഒണിയൻ ദോശ. അപ്പോൾ ഒരു മസാല ദോശയും കൂടി പറയും. റവ ഒണിയൻ റവ ദോശ. അമ്മേ എന്ത് വലുതാണ് ഇത്! നോക്കൂ, സൈസ് നോക്ക്. 4ആയിട്ടാണ് മുടക്കി വെച്ചിരിക്കുന്നത്. ചട്നി. ഇത് എന്നാ ചട്നി? ഇത് സ്പൈസസ്. ഓക്കെ, മുളക് ചട്നിയാണ് ഇത്. വൈറ്റ് കോക്കനട്ട് ചട്നി. ഓക്കെ,
ഇഡ്ലി പൊടിയാ? ഇഡ്ലി പൊടി അടിപൊളി. അതിൽ കുറച്ച് എണ്ണ. നല്ലെണ്ണയോ വെളിച്ചെണ്ണ? നല്ലെണ്ണ. ആ, തമിഴ്നാട്ടിൽ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഇഡ്ലി പൊടിയിൽ. നോക്കിയേ, അടിപൊളി. നോക്കൂ, ഇവിടെ മസാല. ഈ ആദ്യ അവസാനം നമുക്ക് മസാല കിട്ടും, അതാണ് അതിൻ്റെ ഗുണം. ഇങ്ങനത്തെ ദോശയുടെ സ്പെഷ്യൽ. അടിപൊളി, കൊള്ളാലോ. നൈസ് നൈസ്, ഗംഭീരം. മുളകാപ്പൊടി. സന്തോഷം തോന്നുന്നു. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള സന്തോഷമാണ്. ഇവിടെ എന്നാ വേറെ ஏதாவது பொங்கல் தோசையில ஆல் வெரைட்டிஸ் இருக்கு. ரோஸ்ட், கீ ரோஸ்ட், இப்படி ரோஸ்ட், மசாலா தோசை, ஆனியன் ரோஸ்ட், ஆனியன் ஊத்தப்பம், ப்ளைன் ஊத்தப்பம் இருக்கு. ஓகே. പൊടി ദോശ ഒക്കെ? பொடி ரோஸ்ட், ഗീ പൊടി. ആ, ഓക്കെ. അപ്പോൾ ഒരു ഗീ പൊടി റോസ്റ്റ്. ஒரு கீ பொடி ரோஸ்ட் போடுங்க. அப்படியே ரெண்டுல மசாலா. മൂന്നാമത്തെ കാര്യം ഇത് പൊടി ഗീ റോസ്റ്റ്. கீ பொடி ரோஸ்ட். ആ, ഗീ പൊടി റോസ്റ്റ്. ഇതിൽ നോക്കിയേ, അകത്ത് പൊടി. ആഹാ, നല്ല നെയ്യുടെ മണം. ആഹാ, ഫുൾ പൊടി. നൈസ്, ക്രിസ്പി. ചമ്മന്തി. കൊഞ്ചം. ഓക്കെ. തക്കാളി ചില്ലി. അതൊക്കെ ഇൻസൈഡ്. വാവ്, നിറച്ച് പൊടി, നെയ്യ്, നല്ല ക്രിസ്പി. മല്ലിപ്പുതിന ചട്നി. 3 ചട്നി വിത്ത് സാമ്പാർ. ഇനി എന്ത് വേണം? ടേസ്റ്റ് പറയാം. എന്താ ടേസ്റ്റ്! ഓഹോ, കാണുമ്പോൾ തന്നെ അറിയായിരുന്നു മണം. ആ നെയ്യുടെ, അയ്യോ ടേസ്റ്റി. ഇതാണ് ഇവിടുത്തെ ബെസ്റ്റ് പൊടി ഗീ റോസ്റ്റ്. ഇവിടെ വരുമ്പോൾ ഇത് ഓർഡർ ചെയ്താൽ മതി കേട്ടോ. റവയും നല്ലതായിരുന്നു. പിന്നെ ഫേമസ് കാര്യം ഫിൽറ്റർ കോഫി. താങ്ക് യു. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, തമിഴ്നാട്ടിൽ വന്ന് ഫിൽറ്റർ കോഫി കുടിക്കാണ്ട്. ഞാൻ കോഫി പേഴ്സൺ അല്ലാന്ന് നിങ്ങൾക്കറിയാമല്ലോ, പക്ഷേ നമുക്ക് എക്സ്ട്രാ പാലൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിയേ, പക്ഷേ എനിക്ക് തമിഴ്നാട്ടിൽ വന്ന് ഫിൽറ്റർ കോഫി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. ഇത് സുഖം. ഫിൽറ്റർ കോഫി പ്രമാദമായിരിക്കാം. ரொம்ப പ്രമാദം. അടിപൊളി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുശാൽ. ഇത് മണിവിലാസ്, ജംബുകേശ്വർ ടെമ്പിളിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ, ആ പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ വരാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഇതിലും ഗംഭീരം അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം കൂടി ഉണ്ട്. 2 റെസ്റ്റോറൻറ്റ്സാണ്. അതും വളരെ ഓൾഡ്, ഇതും ഓൾഡാണ്. അപ്പോൾ ഇത് മണിവിലാസ്, പിന്നെ ഒരെണ്ണം പാർത്ഥസാരഥി. അതും നല്ലതാണ് കേട്ടോ. രണ്ടും ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. നമ്മളെപ്പോഴും പഴയ പണ്ട് തൊട്ടുള്ള ഹെറിറ്റേജ്, ആ കാലം തൊട്ടുള്ള ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റ്സാണ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം. ഓക്കെ, നേരെ ക്ഷേത്ര ദർശനമാണ് നെക്സ്റ്റ് അജണ്ട. അപ്പോൾ ഇനി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. സാധാരണഗതിയിൽ ക്ഷേത്രത്തിൽ ആദ്യം പോകണം, പക്ഷെ ഞാനിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായി. അതുകൊണ്ട് ഇവിടെ ടിഫിനെല്ലാം തീർന്നു പോകും. അതുകൊണ്ട് ആദ്യം ടിഫിൻ എടുത്തിട്ട്, എന്നാലും വെജിറ്റേറിയൻ ആണല്ലോ, ഇനി ക്ഷേത്രത്തിലേക്ക് പോകാം. അപ്പോൾ ശിവൻ അമ്പാൾ ടെമ്പിളാണ്, ജംബുകേശവ അഖിലാണ്ടേശ്വരി ടെമ്പിൾ. അപ്പോൾ ശിവനും പാർവതിയും എന്നുള്ളതാണ് സങ്കല്പം. അങ്ങോട്ട് പോകാം. 2 സൈഡിൽ ഇങ്ങനെ മൺചിറാകുകൾ. അതേ ഈ സൈഡിലൊക്കെ നോക്കിയേ, ഇവിടെ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുവാനുള്ള കാര്യങ്ങളാണ്. തേങ്ങ, ഇതെല്ലാം നോക്കൂ. ആ സൈഡിൽ കുറേ ആൾക്കാർ പച്ചക്കറി വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ജംബുകേശ്വര ടെമ്പിളിലേക്ക് പോകണു. അഖിലാണ്ടേശ്വരി ജംബുകേശ്വര ടെമ്പിൾ. ഇവിടെ നോക്കൂ, 2 സൈഡിലും പൂക്കളൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്.
ഇത് ട്രിച്ചിയിലെ ജംബുകേശ്വര അഖിലാണ്ടേശ്വരി ക്ഷേത്രം. തമിഴ്നാട്ടിലെ തന്നെ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 5 പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പഞ്ചഭൂതങ്ങളിലെ വെള്ളത്തെയാണ് ഈ ക്ഷേത്രം പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പിന്നിലെ ഐതിഹ്യം ഇപ്രകാരമാണ്. ഒരു ദിവസം ശിവഭഗവാന്റെ തപസ്സിനെ പാർവതി ദേവി കളിയാക്കുന്നു. അതിൽ ക്ഷോഭിതനായ ശിവഭഗവാൻ പാർവതി ദേവിയെ ശിക്ഷിക്കുന്നു. അതിൻ പ്രകാരം പാർവതി ദേവിയെ കൈലാസത്തിൽ നിന്നും പ്രായശ്ചിത്തം ചെയ്യാനായി ഭൂമിയിലേക്ക് അയക്കുന്നു. പാർവതി ദേവി അഖിലാണ്ടേശ്വരി രൂപം കൊണ്ട് ശിവഭഗവാന്റെ ആഗ്രഹപ്രകാരം ജംബുവനത്തിൽ എത്തുന്നു. പൊന്നി നദിയെന്നും വിളിക്കപ്പെടുന്ന കാവേരി നദിയിലെ ജലം കൊണ്ട് പാർവതി ദേവി ഒരു ശിവലിംഗം ഉണ്ടാക്കുന്നു. അത് അപ്പുലിംഗം അഥവാ വാട്ടർ ലിംഗം എന്നും അറിയപ്പെടുന്നു. ഈ അപ്പുലിംഗവുമായി വെണ്ണാവൽ മരത്തിന്റെ ചോട്ടിലിരുന്ന് പാർവതി ദേവി തപസ് ആരംഭിക്കുന്നു. ഈ തപസ്സിൽ സംതൃപ്തനായ ശിവഭഗവാൻ അവസാനം അഖിലാണ്ടേശ്വരിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകുകയും ശിവജ്ഞാനം ഓതിക്കൊടുക്കുകയും ചെയ്യുന്നു. കൈലാസത്തിൽ മാല്യാവൻ എന്നും പുഷ്പദന്ത എന്നും പേരുള്ള 2 ശിവഗണന്മാർ ഉണ്ടായിരുന്നു. അവർ വലിയ ശിവഭക്തരായിരുന്നു. ഈ 2 പേരും ശിവഗണന്മാർ ആയിരുന്നുവെങ്കിലും പരസ്പരം എപ്പോഴും പോരാടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു നാൾ ഒരു പോരാട്ടത്തിനൊടുവിൽ പരസ്പരം ശപിക്കുന്നു. മാല്യാവൻ പുഷ്പദന്തനെ ഭൂമിയിൽ ഒരു ആനയായി ജനിക്കാനും പുഷ്പദന്തൻ മാല്യാവനെ ഭൂമിയിലെ ഒരു ചിലന്തിയായി ജനിക്കാനും ശപിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടാളും ആനയും ചിലന്തിയുമായി ജംബുവനത്തിലെത്തുന്നു. ജംബുവനം എന്നാൽ തിരുവനൈക്കാവൽ എന്ന സ്ഥലമാണ്. അവിടെ താമസിച്ചുകൊണ്ട് ശിവഭഗവാനോടുള്ള പ്രാർത്ഥനകൾ അവർ തുടരുന്നു. ആനയായി മാറിയ പുഷ്പദന്ത എല്ലാ ദിവസവും കാവേരി നദിയിൽ നിന്നും തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് ജംബുമരത്തിന്റെ ചോട്ടിലെ ശിവലിംഗത്തിൽ പൂജ ചെയ്യുമ്പോൾ ചിലന്തിയായി ജീവിക്കുന്ന മാല്യാവൻ ശിവലിംഗത്തിന്റെ മുകളിലായി വല നെയ്ത് മരത്തിന്റെ പഴുത്ത് ജീർണിച്ച ഇലകൾ വീഴാതെയും സൂര്യപ്രകാശം കഠിനമായി ശിവലിംഗത്തിലേക്ക് വീഴാതെയും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. ആന ഈ ചിലന്തി വല കണ്ട് ശിവലിംഗത്തിന്റെ മുകളിൽ ഉണ്ടാകുന്ന മാറാലയാണെന്ന് തെറ്റിദ്ധരിച്ച് അതൊക്കെ വലിച്ചു മാറ്റി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും അവിടം ശുദ്ധീകരിക്കുന്നു. ഈ പ്രക്രിയ 2 പേരും എല്ലാ ദിവസവും തുടരുന്നു. ഒരാൾ വല നെയ്യുന്നു, അടുത്തയാൾ അത് വൃത്തിയാക്കി വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇതിൽ പ്രകോപിതനായ ചിലന്തി ആനയുടെ തുമ്പിക്കൈയുടെ ഉള്ളിൽ കയറി ആനയെ കടിച്ച് കൊല്ലുന്നു. കൂട്ടത്തിൽ ചിലന്തിയും മരിക്കുന്നു. ജംബുകേശ്വരനായ ശിവഭഗവാൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇവരുടെ ശിവഭക്തിയിൽ പ്രസാദിച്ച് ഈ 2 പേരുടെയും ശാപങ്ങളിൽ നിന്നും അവരെ മുക്തരാക്കുന്നു. ശിവഭഗവാനെ ആന ആരാധിച്ചിരുന്ന സ്ഥലമായതുകൊണ്ട് ഈ സ്ഥലം തിരു ആനൈക്ക, അതായത് തിരു എന്നാൽ ഹോളി, പവിത്രമായത്, ആനി എന്നാൽ ആന, ക എന്നാൽ കാട്. അപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ തിരു ആനൈക്ക എന്നും പിന്നീട് തിരുവാനൈ കാവൽ എന്നും അവസാനം തിരുവാനൈ കോയിൽ എന്നും ഈ സ്ഥലം അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഈ ഐതിഹ്യ കഥയിൽ ആനയെ കൊന്ന ചിലന്തി അതിന്റെ പാപം തീരാനായിട്ട് അടുത്ത ജന്മത്തിൽ കൊച്ചിങ്ങോട്ട് ചോള രാജാവായി പുനർജനിച്ചുവെന്നും 70 ക്ഷേത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചുവെന്നും അതിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്നും ഐതിഹ്യം പറയുന്നു. പൂർവ്വജന്മത്തിലെ ആനയോടുള്ള വൈരാഗ്യം ഓർത്തിട്ടാകണം ഈ രാജാവ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന നടയുടെ വാതിൽ വളരെ ചെറുതായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ആനയ്ക്ക് പോലും കടക്കാൻ പറ്റാത്ത അത്രയും ഇടുങ്ങിയതും ചെറുതുമായ ഒരു വാതിൽ. 4 അടി പൊക്കവും 2.5 അടി വീതിയും മാത്രമുള്ളൊരു വാതിലാണ്. ഇപ്പോഴും പ്രധാന പ്രതിഷ്ഠയായ ശിവഭഗവാന്റെ മുന്നിലെത്താൻ ഭക്തർക്ക് തല കുനിച്ച് താഴ്ന്ന് വളരെ കഷ്ടപ്പെട്ട് മാത്രമേ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഈ ക്ഷേത്രത്തിനെ കുറിച്ചും ഇതിന്റെ പ്രധാനപ്പെട്ട സാങ്ക്ടം സാങ്ക്ടോറിയത്തിലെ ചെറിയ വാതിലിനെ കുറിച്ചും ഒക്കെയുള്ള കഥകൾ. ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഒരു വലിയ ചുറ്റുമതിലുണ്ട്. അതിന്റെ വ്യാപ്തി എന്ന് പറയുമ്പോൾ ഏകദേശം 1.6 കിലോമീറ്റർ ചുറ്റളവും 2 അടി വീതിയും 25 അടി പൊക്കത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന മണ്ഡപത്തിൽ 796 വലിയ തൂണുകളുണ്ട്. പ്രധാന കവാടം തൊട്ട് ക്ഷേത്രത്തിന്റെ പിന്നാമ്പുറം എത്തുന്നത് വരെ ഒരുപാട് ഗോപുരങ്ങളുണ്ട്. ഈ ഗേറ്റ് വേ ടവേഴ്സ് എന്നറിയപ്പെടുന്ന ഗോപുരങ്ങൾ കടന്നിട്ടാണ് പ്രധാന പ്രതിഷ്ഠയിരിക്കുന്ന സാങ്ക്ടം സാങ്ക്ടോറിയത്തിൽ എത്തുന്നത്. ഈ സാങ്ക്ടം സാങ്ക്ടോറിയം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രതിഷ്ഠയിരിക്കുന്ന ഭാഗം ഒരു ചതുര ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിലായിട്ട് വിമാന അഥവാ ഒരു വലിയൊരു മേൽക്കൂരയും ഉണ്ട്. ഒരുപാട് ഗോപുരങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് 7 നിലകളുള്ള രാജഗോപുരമാണ്. അത് വളരെ തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സാങ്ക്ടം സാങ്ക്ടോറിയം അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു ക്ഷേത്രത്തിന്റെ. ഈ ക്ഷേത്രത്തിൽ അത് 2ആയിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. ഒന്ന് അർദ്ധമണ്ഡപവും 2ാം ഭാഗം ഗർഭഗൃഹവുമാണ്.
ചെറിയ വാതിലുള്ള ഗർഭഗൃഹത്തിന്റെ ഉള്ളിലാണ് പ്രധാന പ്രതിഷ്ഠയായ ജംബുകേശ്വര ഭഗവാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരേ സമയം 6 പേർ അടങ്ങുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് മാത്രമേ ഭക്തരെ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. കാരണം അത്ര ചെറിയ വാതിലും വളരെ കുറച്ച് സ്ഥലം മാത്രമേ അതിന്റെ ഉള്ളിലുള്ളൂ. ആ 6 പേർ പുറത്തിറങ്ങിയാൽ മാത്രമേ അടുത്ത ഗ്രൂപ്പായ 6 പേരെ ഉള്ളിലേക്ക് വിടുള്ളൂ. അതുകൊണ്ട് തന്നെ നീണ്ട ക്യൂ ആണ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. അർത്ഥമണ്ഡപത്തിലാണെങ്കിലും ഗർഭഗൃഹത്തിലാണെങ്കിലും ഒരുപാട് അലങ്കാരങ്ങളൊന്നുമില്ല. അവിടെ ചെറിയ നെയ്വിളക്കുകളുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. മറ്റ് യാതൊരു അലങ്കാരവും ഇല്ല. ഇവിടുത്തെ ശിവലിംഗത്തിൽ നിന്നും ചെറിയ നീരൊഴുക്ക് ഉണ്ട്. ശിവലിംഗം പൊതിഞ്ഞിരിക്കുന്ന തുണി എപ്പോഴും നനഞ്ഞുകൊണ്ടേയിരിക്കും. മഴക്കാലത്ത് ഈ നീരൊഴുക്ക് കൂടുന്ന ഒരു പ്രതിഭാസവും ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടുത്തെ ഈ ഭഗവാൻ പഞ്ചഭൂതങ്ങളിലെ വെള്ളത്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന കാര്യം കുറച്ചുകൂടി വ്യക്തമാക്കുന്ന കാഴ്ചയാണ് ഇതൊക്കെ. ഈ വലിയ ക്ഷേത്ര സമുച്ചയത്തിന്റെ ഉള്ളിലെ മറ്റൊരു ക്ഷേത്രമാണ് അഖിലാണ്ടേശ്വരി അമ്മയുടെ രൂപത്തിൽ വാഴുന്ന പാർവതി ദേവിയുടെ ക്ഷേത്രം. ജംബുകേശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിന്റെ എതിർഭാഗത്തായിട്ട്, അതായത് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അഖിലാണ്ടേശ്വരി ഭഗവതിയുടെ പ്രതിഷ്ഠ ഉൾക്കൊള്ളുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ 2 പ്രതിഷ്ഠകൾ പരസ്പരം നോക്കിയിരിക്കുന്ന പോലുള്ള ക്ഷേത്രങ്ങൾ, അതിനെ ഉപദേശ സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അഖിലാണ്ടേശ്വരി ദേവി ഒരു വിദ്യാർത്ഥിനിയെ പോലെയും ജംബുകേശ്വര ഭഗവാൻ ഒരു ഗുരുവിനെ പോലെയുമാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ശിവപാർവതി ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ തിരുക്കല്യാണം അഥവാ ശിവപാർവതിമാരുടെ കല്യാണം മുതലായ ചടങ്ങുകൾ നടത്താറില്ല. ഒരു ഗുരുവും ശിക്ഷയും എന്നുള്ളൊരു സങ്കല്പമാണ് ഇവിടെ ശിവഭഗവാനും പാർവതി ദേവിക്കും ഉള്ളത്. 11-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും ചോള രാജാക്കന്മാരുടെ ധാരാളം ചരിത്ര രേഖകൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് വന്ന് ഹൊയ്സല രാജാക്കന്മാരുടെ കാലത്ത് ഈ ടെമ്പിൾ കോംപ്ലക്സിൽ സമൂലമായ വികസനം നടന്നിരുന്നു. 7 നിലകളുള്ള രാജഗോപുരം ഹൊയ്സല രാജാക്കന്മാരുടെ കാലത്താണ് പണിതത് എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ക്ഷേത്രവും ഗോപുരങ്ങളും എല്ലാം ഫ്രഞ്ച് ഇംഗ്ലീഷ് പടയോട്ട കാലങ്ങളും അതിജീവിച്ചവയാണ്. ട്രിച്ചിയിൽ വന്നാൽ തീർച്ചയായിട്ടും ജംബുകേശ്വര അഖിലാണ്ടേശ്വരി ക്ഷേത്രത്തിൽ വരികയും ഇവിടെ ദർശനം നടത്തുകയും ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഐശ്വര്യങ്ങൾ കിട്ടുമെന്നും അതുപോലെ തന്നെ പാപമോചനവും സാധിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും വന്ന് പ്രാർത്ഥിച്ചിരിക്കേണ്ട സ്ഥലമാണ്. അപ്പം നടന്ന് നമ്മൾ ജംബുകേശ്വര ടെമ്പിളിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഗോപുരം നോക്കിയേ, ഇതാണ് രാജഗോപുരം. ആ ഗോപുരം ഇങ്ങനെ വരുന്നത്, അതിനകത്തു കൂടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതിനകത്തോടെ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അതൊരു ജസ്റ്റ് തുടക്കത്തിലുള്ളൊരു ഗോപുരം മാത്രമാണ്. അത് വാഹനങ്ങൾ പോകുന്ന റോഡിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ്. ഇനി നേരെ കാണുന്നതാണ് ക്ഷേത്രത്തിലേക്കുള്ള റിയൽ പ്ലേസ്. ഓക്കെ, മെയിനായിട്ടുള്ള രാജഗോപുരം കഴിഞ്ഞ് പിന്നെ ഒരു മണ്ഡപം, അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഒരു ഗോപുരം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ സാങ്ക്ടോറിയം എത്തുന്നത് വരെയും ഇങ്ങനെ ഒരുപാട് ഗോപുരങ്ങൾ കടന്നാണ് പോകുന്നത്, എൻട്രൻസ് പോലെ. അത് ഇവിടുത്തെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ. ഇത് എത്ര പഴക്കം ചെന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് അറിയാലോ, 5 പഞ്ചഭൂതങ്ങളിലെ ശിവ ടെമ്പിൾസിലെ തമിഴ്നാട്ടിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടെമ്പിളാണിത്. ഇവിടെ പാർവതി ദേവിയുണ്ട്, ശിവഭഗവാനും ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അഖിലാണ്ടേശ്വരിയുടെ ക്ഷേത്രം, അതായത് ഇതിനകത്ത് തന്നെ ശിവഭഗവാനും ഉണ്ട്, പാർവതി ദേവിയുണ്ട്. അപ്പോൾ അഖിലാണ്ടേശ്വരിയുടെ ഡയറ്റ് ഇരിക്കുന്ന ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേ ടു അമ്മൻ സന്നിധി. ഇതകത്തേക്ക് കയറി കഴിഞ്ഞാൽ അമ്മൻ സന്നിധിയാണ് പാർവതി ദേവി. അഖിലാണ്ടേശ്വരി അമ്മയ്ക്ക് വേണ്ടിയിട്ട് പലതരം പൂക്കളുടെ എല്ലാം അവിടെ ഹാരവും ഒക്കെ കിട്ടും. ഇതാണ് ഞാൻ വാങ്ങിയത്. ഓക്കെ, ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫോർമേഷൻസ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഹാരം എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു വട്ടത്തിന് ഇതും കൊണ്ട് ഞാൻ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് വരാം. അഖിലാണ്ടേശ്വരി അമ്മ, പാർവതി ദേവിയുടെ മറ്റൊരു രൂപം. അങ്ങനെ അമ്മൻ സന്നിധിയിൽ നിന്നും പുറത്തിറങ്ങി പ്രാർത്ഥിച്ചു. ഇനി ജംബുലിംഗായ സ്വാമിയെ കാണാൻ പോവാണ്. വലിയൊരു എൻക്ലോഷറിനകത്താണ്, അതായത് വലിയ മതിലാണ്, ചുറ്റും ശിവഭഗവാന്റെ പ്രതിഷ്ഠയിരിക്കുന്നത് വലിയൊരു ശിവലിംഗം. അതിൻ്റെ താഴെ കൂടി വെള്ളം ഒഴുകുന്നു എന്നാണ് സങ്കല്പം. ചെറിയ എൻട്രൻസ് ആണ്, നമ്മൾ അത്ര ചെറുതാണ് അകത്തേക്ക് കയറാനുള്ളത്. പക്ഷേ ഉള്ളിലൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റമ്പലത്തിൻ്റെ ആ ഭാഗമൊക്കെ ആയിട്ട് വരുന്നത്. പ്രധാന സാങ്ക്ടോറിയം ഒന്നും ഒരിക്കലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഒരു ഇങ്ങനെ ഗോപുരങ്ങൾ ഇങ്ങനെ കടന്നാണ് നമ്മൾ വരുന്നത്. ഇത് കാവേരി നദിയാണ് ഇതിൻ്റെ സൈഡിലൂടെ ഒഴുകുന്നത്. ഇത് വലിയ കിണർ. ഒന്നും കാണാൻ പറ്റില്ല, ഹൈറ്റ് വേണം. ഇവിടെ വെച്ചിട്ടൊരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, കല്യാണം അല്ലല്ലോ ഇത്. അപ്പോൾ ഇവിടെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും, കല്യാണവും നടക്കും. പിന്നെ ഇവിടെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു പ്രായമായ 2 ആൾക്കാർ, എത്ര വർഷത്തെ മാരീഡ് ലൈഫിൻ്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ ചടങ്ങ്, അത് നടക്കും.
പരസ്പരം വീണ്ടും മാലയിട്ടിട്ട് അങ്ങനെ. ഇത് എന്നെ കല്യാണം 60-ാം കല്യാണം. ഓ, ഇത് 60-ാം വയസ്സ് കല്യാണം എന്നാണ് പറഞ്ഞത്. 60 വയസ്സ്, അതായത് ഭാര്യയും ഭർത്താവും 60 വയസ്സ് തികഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കല്യാണം. 80-ാം വയസ്സ് കല്യാണമുണ്ട്. അങ്ങനെ ഓരോ എത്രയും വർഷം ഒന്നിച്ച് ജീവിച്ച് കഴിയുമ്പോൾ അവരുടെ പ്രായം അനുസരിച്ച് വീണ്ടും വീണ്ടും വിവാഹം കഴിക്കുന്നു. കൊള്ളാല്ലേ, നല്ല കോൺസെപ്റ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനൊരു സംവിധാനം. ഇനി പ്രധാന ഡൈറ്റിയായ ശിവഭഗവാൻ ജംബുകേശ്വര ടെമ്പിളിൻ്റെ അകത്തേക്ക് പോകാൻ പോവാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠയിരിക്കുന്ന ജംബുകേശ്വര ടെമ്പിളിൻ്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചു വന്നു. അപ്പോൾ ഞാൻ ശരിക്കും ദേവിയുടെ അവിടെ പോയപ്പോൾ ഇതുപോലെ ഒരു ഹാരം കൊണ്ടു കൊടുത്തു. ഹാരമല്ല, ഇങ്ങനെ ഒരു റൗണ്ടായിട്ട്. ഇത് ഭഗവാൻ വെച്ചിരുന്നത് എനിക്കിങ്ങനെ തന്നതാണ് അവിടുന്ന് പ്രാർത്ഥിച്ച്. അതൊരു ഭയങ്കര ഭാഗ്യം. ഓക്കെ, അത് ഭയങ്കര വ്യത്യസ്തമായൊരു പ്രതിഷ്ഠയാണ്. അകത്ത് ശിവലിംഗം വെള്ളത്തിൻ്റെ മുകളിലാണ് ശിവലിംഗം. പിന്നെ കയറി പോകുന്ന എൻട്രൻസ് നമ്മളിങ്ങനെ കുനിഞ്ഞ് കയറുന്ന ഒരു ചെറിയൊരു വാതിൽ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യ കഥ പറയുന്നത് പോലെ ആനയും സ്പൈഡറുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ എനിമിറ്റിയാണ് ഇതുപോലെയുള്ള നട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ശിവ ഭഗവാന്റെ അകത്തേക്ക്. ആനയ്ക്ക് പോലും, ഒരു കുഞ്ഞാനയ്ക്ക് പോലും കയറാൻ പറ്റാത്ത രീതിയിൽ. ഇനി ഇതുപോലെ 79 ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ ഇതുപോലത്തെ എൻട്രൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പ്രധാന ഡൈറ്റി സാങ്ക്ടോറിയത്തിൻ്റെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞ് അകത്ത് കയറിയിട്ടാണ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരെയാണ് അകത്ത് കയറ്റുന്നതും ഇറക്കുന്നത്. കണ്ടിരിക്കേണ്ടതും വന്നിരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു സ്ഥലം. വർഷങ്ങളുടെ പഴമ. അങ്ങനെ ജംബുകേശ്വര ടെമ്പിളും അഖിലാണ്ടേശ്വരിയുടെ ടെമ്പിളും രണ്ടും ഈ ഒരു വലിയ ടെമ്പിൾ കോംപ്ലക്സിനകത്ത് അത് രണ്ടും കയറി പ്രാർത്ഥിച്ച് പുറത്തേക്ക്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നില്ലല്ലോ. വീട്ടിന് വേണ്ടിയും നാടിന് വേണ്ടിയും നിങ്ങൾക്ക് എല്ലാവർക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. അതായത് സമയപുരം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് 12 കിലോമീറ്റേഴ്സ് ഈ ഭാഗത്തുനിന്ന് സമയപുരം മാരിയമ്മൻ ടെമ്പിൾ. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര നേർച്ചയോടുകൂടി, ഇപ്പോൾ ശബരിമലയിലൊക്കെ നമ്മൾ പോകില്ല അതുപോലെ സ്ത്രീകൾ യെല്ലോ കളറിലെ സാരിയാണ്, അമ്മന് ഇഷ്ടമുള്ള കളറാണ്. അതെല്ലാം ഇവിടെയുള്ള കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അവരുടെ ഗ്രാമം ഏതാണോ അവിടെ തൊട്ട് വ്രതം എടുത്ത് അങ്ങനെ മഞ്ഞ സാരിയെ കൊടുത്ത് അമ്മൻകുടയൊക്കെ ആയിട്ട് അവിടെ മാരിയമ്മൻ ടെമ്പിളിലേക്ക് പോകും. എത്ര കിലോമീറ്ററാണോ അത്രയും കിലോമീറ്റർ നടന്ന്, ചിലപ്പോൾ 3-4 ദിവസം കൊണ്ടാണ് എടുക്കുന്നത് അവിടെ എത്താനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഓൺ ദ വേ ഈ ടെമ്പിളിൽ വരുന്നു. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ മഞ്ഞ സാരിയെല്ലാം ഇങ്ങനെ കഴുകി ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവരെങ്ങനെയാണ് മാരിയമ്മന് ഇഷ്ടമുള്ള കളർ യെല്ലോ സാരി ഒരു നേർച്ചയോടുകൂടി പോകുന്നതാണ്. ചിലത് 3-4 ദിവസം കൊണ്ടാണ് എത്തുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ റെസ്റ്റ് എടുത്ത് ഓരോ ക്ഷേത്രങ്ങളിൽ തൊഴുത് അങ്ങനെ പോകും. മാരിയമ്മൻ, സമയപുരം മാരിയമ്മൻ പോകും. അപ്പോൾ ഇവിടെ എല്ലാം മഞ്ഞ സാരി കൊടുത്ത് ആരെ കണ്ടാലും ഓർക്കുക അവരെല്ലാം മാരിയമ്മൻ കോവിലിൽ പോകാനായിട്ട് വന്നിരിക്കുന്നത്. മാലയൊക്കെ ഇട്ടിട്ടുണ്ട്, ശബരിമലയ്ക്ക് ഇടുന്ന പോലെ പ്രാർത്ഥനയോടുകൂടി പോകുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം റെസ്റ്റ് എടുക്കുന്നുണ്ട്. അവരെല്ലാം അവിടെ ആയിട്ട് ഇരിക്കുന്നു, കിടക്കുന്നു. ഇവരെല്ലാവരും മാരിയമ്മൻ കോവിലിലേക്ക് പോകുന്ന യാത്രാമധ്യയുള്ള റെസ്റ്റിംഗ് ആണ്. നല്ല ക്രൗഡുണ്ട്, കുറേ ആൾക്ക്. ഇവിടെ നല്ല തണലുണ്ട് ഈ മണ്ഡപത്തിൻ്റെ അകത്ത്. കണ്ടോ, യെല്ലോ സാരീസ്. ഇത് പൂജാമുറിയിൽ വയ്ക്കാനായിട്ട് ഞാൻ വാങ്ങുകയാണ്. ഇതാണ് അകത്തെ ഡൈറ്റിയുടെ പൂർണ്ണരൂപം. അഖിലാണ്ടേശ്വരിയും ജംബുകേശ്വര ഭഗവാൻ ശിവഭഗവാന്റെ ശിവലിംഗം. ഇത് വെള്ളത്തിലാണ് ഇരിക്കുന്നത്. ഒരെണ്ണം മേടിക്കുന്നത് 55 രൂപയുള്ളൂ. ഇതിൻ്റെ പല ഇത് നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഞാൻ ഏറ്റവും ചെറുതാണ് വാങ്ങുന്നത്. 55 രൂപ, 55 രൂപ. അങ്ങനെ ഒരു വലിയ കാര്യം കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു എന്താ പറയുക ഓസ്പീഷ്യസ് ഡേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവാനെയും ഭഗവതിയും എല്ലാവരെയും കണ്ടു, പാർവതി ദേവിയും ശിവഭഗവാൻ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇത് ഫസ്റ്റ് എൻട്രൻസ് ആട്ടോ, ഫസ്റ്റ് ഗോപുരം, രാജഗോപുരം. ഇതിന് അകത്ത് കൂടി വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് റോഡിൻ്റെ വെളിയിലാണ്. നമ്മുടെ ഓട്ടോ ഈസ് വെയിറ്റിംഗ്. കയറാം. നമ്മൾ മാർക്കറ്റ് ഏരിയയിലൂടെ സഞ്ചരിച്ച് വരികയാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റാണ് കേട്ടോ. ലാല എന്ന് പറഞ്ഞൊരു കടയാണ്, TKP. ഇവിടെ സ്വീറ്റ് ബൂന്തി, വലിയ ബൂന്തിയാണ്, അത് കിട്ടുന്നൊരു ഷോപ്പാണ്, ഫേമസ് ആണ്. ഓ, വലിയ ബൂന്തിയാണ്. അതെ, നോക്കിയാൽ സാധാരണ നമ്മൾ ബൂന്തി എന്ന് പറയുമ്പോൾ കുഞ്ഞൊരു ലഡുവിൻ്റെ ബൂന്തിയല്ലേ കാണുന്നത്. നമുക്ക് വലുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പടി തന്നെ കൊടുക്കും അല്ലേ? ഇങ്ങനെ ആൾക്കാർ വാങ്ങിക്കുന്നത്. ഗ്രാമ കിലോ എന്നാ വില? 240. 240 ഉള്ളി. ഇത് ലഡു അല്ല,
ലഡു വേറെ. ഓക്കെ, ഇത് വെച്ച് തന്നെ ലഡു ഉണ്ടാക്കും. ഇത് പൊടിച്ചിട്ട് ഒരു ലഡു ഉണ്ടാക്കും. ലാല എത്ര വർഷം പഴക്കം? 200 വർഷം. ഇത് TKP. ഓക്കെ, TKP ഗോവിന്ദസ്വാമി കടയുടെ പേര്. തൊട്ടപ്പുറത്ത് വേറെയും കടയുണ്ട്. ഇത് 200 years ഓൾഡ് എന്നാണ് അവർ പറയുന്നത്. പെരിയ സൗരാഷ്ട്ര സ്ട്രീറ്റ്, ഈ സ്ട്രീറ്റ്. ഈ മാർക്കറ്റ് പേരെന്നെ ഗാന്ധിയാ? ഗാന്ധി മാർക്കറ്റാ? ഓക്കെ, ഗാന്ധി മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റാണ്. നമ്മൾ വരുന്ന വഴിക്കെല്ലാം പച്ചക്കറി കട എല്ലാം ഹോൾസെയിൽ കുറേ ഷോപ്പ് കണ്ടാണ് വന്നത്. ഇത് വേറൊരു ഷോപ്പ്, ശ്രീ കൃഷ്ണവിലാസ് ബൂന്തിക്കടയെന്ന് തന്നെ പറയണം അല്ലേ? ബൂന്തിക്കട. ഓക്കെ, ഇതെല്ലാം അത് തന്നെ ബൂന്തിക്കട. ഇത് ഒരു കട. ഇത് നിങ്ങൾ ബൂന്തി മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ വേറെ സ്വീറ്റ്സ് ഉള്ള കടയാണ്. അത് ലഡു ഉണ്ടാക്കുമോ അവിടെ? ആ, മനസ്സിലായി. ഇത് പൊടിക്കോ? കൈ കൊണ്ട് പൊടിക്കോ? കൈ കൊണ്ട് പൊടിച്ചിട്ടെടുക്കും അല്ലേ? ആ വലിയ ബൂന്തിനെ പൊടിച്ച് കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇങ്ങനെ ചെറിയ ലഡൂസായിട്ട് ഒഴിച്ച് വെക്കണം. പക്ഷെ ബൂന്തിയായിട്ടാണ് ആൾക്കാർ മേടിക്കണം കൂടുതൽ. പെരിയ താത്ത ഫോട്ടോ വെച്ചിരിക്കുന്ന നോക്കിയാൽ താത്തയുടെ ഒരു ചേഞ്ച് വരുത്തിയില്ല. 200 വർഷം പോലെ ഇങ്ങനെ തന്നെ ഇരിക്കും. ചെറിയ മാറ്റങ്ങളുണ്ട് അകത്തോട്ട്. ഇൻസൈഡ് കുറഞ്ഞ മാറ്റി അല്ലേ ടൈൽസ്. ഇത് 4ാമത്തെ ജനറേഷൻ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വിശേഷം. ഇത് ഗാന്ധി മാർക്കറ്റാ? ഗാന്ധി പെരിയ കട വീതി. ഗാന്ധി മാർക്കറ്റ് പെരിയ കട വീതി എന്നാണ് ഈ റോഡൊക്കെ പറയുന്നത്. ഗാന്ധി മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റ് ആയിരിക്കും. ഓക്കെ, ട്രിച്ചി ടൗണിൽ തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് പോവാം. വണ്ടി വെയിറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് സൗകര്യം. ചെറിയ കുടുക്ക് വഴികളിലൂടെ എല്ലാം എന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഒരു മഞ്ഞ സാരി വാങ്ങണമെന്നുണ്ട് അമ്മൻകോവിലിൽ പോകാനായിട്ട്. മേടിച്ച് വെച്ചാൽ എളുപ്പമായല്ലോ. ഞാൻ അങ്ങനെ ഒരു കടയിലേക്ക് പോകാം. തിരക്ക് പിടിച്ച മാർക്കറ്റ് ഏരിയയിലൂടെ നടക്കുകയാണ്. നമ്മുടെ ഓട്ടോ കുറച്ച് അങ്ങോട്ട് മാറിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു കട കണ്ടു, അവിടെ ചാടി ഇറങ്ങി. അതും ഫേമസ് കട. അത് റോസ് മിൽക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുടിക്കാനായിട്ടുള്ളത്. ഓ, നല്ല വെയിൽ. ഒരു വെയിലും ഞാൻ കളയുന്നില്ല. മിൽക്ക് സെൻറ്റർ അതും ഫേമസ്. ഈ സെയിം മാർക്കറ്റിലാണ്. മിൽക്ക് സർബത്ത്, റോസ് മിൽക്ക്, ലസ്സി. ഈ ചൂട് സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ലതല്ലേ. ബട്ടർ മിൽക്ക്, ബട്ടർ കൗ ഗീ, ബദാം മിൽക്ക് ഷോപ്പ് എന്നാണ് പറയുന്നത്. മോര് കട. ഇവിടെ എല്ലാം കിട്ടും. പനീർ കിട്ടും, ഗീ കിട്ടും, അങ്ങനെയും കിട്ടും. പ്ലസ് സർബത്ത്. എന്നാ സർബത്ത്? മിൽക്ക് സർബത്ത്. ഒരു മിൽക്ക് സർബത്ത്. കൂളിംഗ് ഉള്ള എണ്ണ കിടക്കും. ഐസ് മോരാ? മസാല മോര് ഏതാ നല്ലതാ? ഇഞ്ചി. ഓക്കെ. മസാല മോര് തണുപ്പുണ്ട്. റോസ് മിൽക്കും മിൽക്ക് സർബത്തിനും ഇപ്പോൾ തണുപ്പില്ല, ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ. അപ്പം മോര് തന്നെ കുടിക്കാം അല്ലേ? മസാല മോര്. ചൂടെന്ന് പറഞ്ഞാൽ ഇത് മസാല മോര്. ഓക്കെ, മസാല. പുതിന എല്ലാത്തിനും. ഈ ചൂടിനെ അതിജീവിക്കാൻ ഓക്കെയത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബൂന്തി പോലെ ഇട്ട് തരും, ക്രിസ്പി. മസാല ദാഹിച്ചിരിക്കുക. ഇവിടെ വെണ്ണ അങ്ങനെയെല്ലാം കിട്ടുമല്ലേ? ബട്ടർ. ആൾക്കാർ മേടിച്ച് കഴിക്കുമോ? ഇവിടെ ഇല 5 rupees. അപ്പം എൻ്റെ അടുത്ത് വെണ്ണ പ്യുവർ ബട്ടർ കഴിക്കാനായിട്ട് 5 രൂപയ്ക്കൊക്കെ ആൾക്കാർ മേടിക്കുന്നത് വെച്ചിട്ട് കഴിക്കും. ഞാൻ നോക്കട്ടെ. 5 രൂപയുടെ ബട്ടർ ഇലയിൽ കൊടുക്കും. ഇവിടെ തന്നെ കടയുന്നതാണ്. തൈര് കടഞ്ഞ് ഇവർ മോരുണ്ടാക്കുന്നവരല്ലേ, അപ്പോൾ തൈര് കടഞ്ഞിട്ട് ദിസ് ഇസ് 5 rupees. ഓ, അവർ തന്നെ ഉണ്ടാക്കുന്ന ബട്ടർ കേട്ടോ. 5 രൂപയാണ് ഇത്രയും. ഇങ്ങനെ കഴിക്കുന്നത്. പ്യുവർ ബട്ടർ. വെണ്ണ കഴിച്ചു. ആരോഗ്യം. വെണ്ണ നല്ലതാണ് ബോഡിക്ക്. വെണ്ണ, നെയ്യൊക്കെ നല്ലതാണ്. സാധാരണ ഹനുമാൻ കോവിലുകളിലൊക്കെ പോകുമ്പോൾ ഹനുമാൻ ഭഗവാന്റെ കാൽപാദത്തിലൊക്കെ വെണ്ണ വെച്ചിരിക്കും പ്രസാദമായിട്ട്. നമ്മൾ വെണ്ണ നിറച്ച് വെണ്ണ ഹനുമാർക്ക് നേരില്ലേ, അത് പോകുമ്പോൾ നമുക്ക് പ്രസാദമായിട്ട് കിട്ടും വെണ്ണ.
നൈസ്. ഇത് സാധാ മോര്, മസാല അല്ല. വൺ മോര്, പ്ലെയിൻ മോര്. ദാഹം കൂടിയിട്ട് ഞാൻ പ്ലെയിൻ മോരും കൂടെ കുടിക്കാൻ പോണു. അത് നല്ല തണുപ്പ്. കൂജയിൽ ഇങ്ങനെ മൺകലത്തിലല്ലേ വെച്ച്. ഓ എക്സോസ്റ്റഡ്, വെയിൽ ഭയങ്കര സമ്മർ. ഇതിൽ കുടിക്കണം ആണോ? ഓക്കെ. അതാമോ അങ്ങനെ തിരക്ക് പിടിച്ച മാർക്കറ്റ് ഏരിയയിലാണ്, ഗാന്ധി മാർക്കറ്റ്. എനിക്കിപ്പോൾ കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. നല്ല മോരെല്ലാം കുടിച്ചു. 30 rupees. Yeah. Are you from? Trivandrum, Kerala. Okay, thank you. നമ്മുടെ ഓട്ടോ ചേട്ടൻ ഈസ് വെയിറ്റിംഗ്. എവിടെ നിന്ന് നോക്കിയാലും റോക്ക് ഫോർട്ട് ടെമ്പിൾ, ആ റോക്കും കാണാം, നേരെ കാണാം. നല്ല മോര്. യാ, അപ്പോൾ വീണ്ടും ഇറങ്ങുന്നു. മാർക്കറ്റ് ഏരിയയിൽ തന്നെയാണ്, ഗാന്ധി മാർക്കറ്റിൻ്റെ ഒരു തുണിക്കടയുടെ ഫ്രണ്ടിലാണ്. ഇത് ശ്രീ ബാലാജി സിൽക്സ്, ചെറിയ കടയാണ്. ഇവിടെ നമുക്ക് അമ്മൻകോവിലിൽ പോകാനായിട്ട് മഞ്ഞ സാരി മേടിക്കണം. യെല്ലോ സാരി ഇതൊക്കെ മഞ്ഞ സാരി കിടക്കുമോ? അമ്മക്കോവിലിൽ ഇന്ത യെല്ലോ അല്ല, വേറെ യെല്ലോ. ഇത് വേണ്ട, ഇത് ചുങ്കിടി, ഇത് വേണ്ട. യെല്ലോ അല്ലാതെ ഒരു ഇവിടെ അതില്ല അല്ലേ, വേറെ യെല്ലോ. കോട്ടൺ യെല്ലോ. ആ യെല്ലോ അല്ല. இங்கே இருக்கு ശ്രീലക്ഷ്മി. ഓക്കെ, അമ്മൻകോവിൽ സാരിക്ക് വന്നതാണ്. ആദ്യത്തെ കടയിൽ കിട്ടിയില്ല, അത് അവിടെ പോരാ. ഇത് ശ്രീലക്ഷ്മി സിൽക്ക് സ്റ്റോഴ്സിൽ കുറേ വെച്ചിരിക്കണു. അമ്മൻകോവിൽ സാരി എന്താ മാതിരി അല്ലേ? ഇത് ഹോൾസെയിൽ കടയാ? ഓക്കെ, ഒരു സാരിയായിട്ട് കിട്ടുമോ? കിട്ടും. കോട്ടൺ, പക്ഷെ അന്ത പ്രിന്റ് വേണ്ട. ഇതെന്നാ സ്റ്റഫ്? ഇത് കോട്ടൺ അല്ല അല്ലേ? പൂണം സാരി. ഓക്കെ, ഇതൊരെണ്ണം എടുക്കുമോ? എന്ത് വില? 700. 200. ഓക്കെ, മറ്റത് കൂടി കാട്ടുമോ? ഇത് എല്ലാം പൂനം സാരിയാണ്. 200. ഓക്കെ, ഇപ്പോൾ രണ്ടും എടുക്കാം. 2 എടുക്കുക. ഓക്കെ, 100. ഒരു കോട്ടണും കൂടി വേണം. ആ, കോട്ടൺ എന്നാ ഏതെടുക്കേ? ഇന്ത പോലെ യെല്ലോ. അമ്മൻകോവിൽ ഫ്രണ്ടിൽ തന്നെ ഉള്ളൂ. ഓക്കെ, കോട്ടണിലും കൂടെ ഒരെണ്ണം എടുക്കാം. യെസ്. ആ, റെഡ് ആൻഡ് യെല്ലോ കൂടെ എടുക്കോ. റെഡ് ആൻഡ് യെല്ലോ. സെക്കൻഡ് വൺ ഇതാണേ ബോർഡർ ഉള്ളതല്ലേ? യെല്ലോ, മറ്റേ യെല്ലോ, ലെമൺ യെല്ലോ കോട്ടൺ. അമ്മൻകോവിലിന് വേണ്ടിയിട്ട് മേടിക്കുമ്പോൾ ഇതുപോലത്തെ സാരിയൊക്കെയാണ് എല്ലാവരും ഉടുത്തിട്ട് പോകണം. ഏത് ടൈപ്പ്? ഇതെങ്കിലും ഇത്. ഓക്കെ, ഇതും കൊള്ളാം. ഓക്കെ, ഇത് പോതും. ഇന്ത പൂവാ? ആ, ഓക്കെ, ഇത് കൊള്ളാം കുറച്ചുകൂടി അല്ലേ? ഓക്കെ, ഇത് മതി. എന്ത് വില? 400. ഓക്കെ, ഇത് 400. கொஞ்சம் കൂടുതലാ? நல்லா இருக்கு. ഓക്കെ, ഇത് 400 എന്നാണ് പറയുന്നത്. അത് കൂടുതലല്ലേ 400 ഹോൾസെയില്? സാധാ കോട്ടൺ ആണ്. നോക്കാം. എന്നെ കണ്ട് വില കൂടി. ഓക്കെ എടുക്കാം. ഓക്കെ, ശരി, ഇതെടുക്കുമോ? കൊഞ്ചം കമ്മിയാക്കുമാ? ഒരേ റേറ്റാ? ഓക്കെ, മറ്റതും കൂടെ എടുക്കും, 2 എണ്ണം. ഇതും 200 തന്നെ അല്ലേ? 200. ഇത് വേറെ എക്സ്ട്രാ എടുത്താണ്, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. സോ ദിസ് ഫ്രണ്ട് ഇസ് അഗൈൻ നൈസ്. 4 വെറൈറ്റി എടുത്തിട്ടുണ്ട്. പല യെല്ലോ ആണ്, പല യെല്ലോ. ഓക്കെ, അമ്മൻകോവിലിൽ ഇതായിരിക്കും. നോക്കട്ടെ, എൻ്റെ ബ്ലൗസിൻ്റെ അവൈലബിലിറ്റി പോലെ. ഓക്കെ, ബില്ലെടുക്കും.
4 സാരി എല്ലാം കൂടി 1000 രൂപയായിട്ടുള്ളൂ. നൈസ് കളക്ഷൻ. ഇത് പെട്ടെന്നൊരു ഷോപ്പിംഗ്. ഓക്കെ, അങ്ങനെ ഒരു പെട്ടെന്നൊരു സാരി ഷോപ്പിംഗ്. പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോഴും മാർക്കറ്റ് റോഡിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു, കാര്യം ലെങ്ത്ത് കൂടി വരുന്ന വീഡിയോയുടെ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ട്രിച്ചി വിശേഷങ്ങൾ തീരുന്നില്ല. അതുവരെ ബൈ. ഓക്കെ.